ഹലോ, ഞാൻ ഡോക്ടർ ഉണ്ണിമായ. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം പ്രീടേമായി ജനിച്ച് വെയിറ്റ് കുറഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ഒരു വയസ്സിനുള്ളിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വെയിറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കാണുന്ന അമ്മമാരുടെ അടുത്ത് എനിക്ക് ആദ്യം പറയാനുള്ളത്, കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കുറവാണെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്റെ മക്കളും പ്രീടേം ആയിരുന്നു. ഒരാള് 800 ഗ്രാമും ഒരാള് 1300 ഗ്രാമും ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മളൊരു കുറച്ച് കെയർ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ഒരു വയസ്സിനുള്ളിൽ തന്നെ ഒരു ഹെൽത്തി വെയിറ്റിലേക്ക് അവരെ നമുക്ക് എത്തിക്കാൻ പറ്റും. ഒരു അസുഖവും വരാതെ തന്നെ നമുക്ക് അവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും. അതിനുള്ള ടിപ്സ് ഒക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് 6 മന്ത്, അതായത് ആദ്യത്തെ 6 മാസം ഒരു കാരണവശാലും ഫീഡ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതായത് ഫീഡ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നത് മെയിൻ കാരണം, നമ്മൾ ഒരു 2-3 മാസം ഉറക്കം ഉളച്ച് ഫീഡ് ചെയ്യുന്ന സമയത്ത് പിന്നീട് നമുക്ക് ഉറങ്ങിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ കൃത്യമായി അലാറം വെച്ച് ആ ഒരു കാര്യം മെമ്മറിയിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ രാത്രിയിൽ കൃത്യമായി 2 മണിക്കൂർ ഇടവിട്ട് പകൽ എങ്ങനെയാണോ അത് തന്നെ രാത്രിയിൽ ഫോളോ ചെയ്യാം. 6 മാസം നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യാതെ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ നല്ലൊരു മാറ്റം കാണാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ടിപ്പ് ഇതാണ്. ആദ്യത്തെ 6 മന്ത് 2 മണിക്കൂർ ഇടവിട്ട് ഒരു കാരണവശാലും രാത്രിയും സ്കിപ്പ് ചെയ്യാതെ കുഞ്ഞിന് ഫീഡ് കൊടുക്കുക എന്നുള്ളതാണ്. ആൻഡ് കുഞ്ഞിന് ഫീഡ് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് അളവ് നോക്കി കൊടുക്കുക. അതായത് കുഞ്ഞ് കരയുന്നതിനനുസരിച്ച് പാല് കൊടുക്കാതിരിക്കുക. അതൊക്കെ കുഞ്ഞിന് ദഹനക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ കൃത്യമായി ടൈം വെച്ചിട്ട് നമ്മൾ കറക്റ്റ് അളവിൽ നമ്മൾ പാല് കൊടുത്തു പോവുകയാണെങ്കിൽ കുഞ്ഞിന് ഛർദിയോ ദഹനക്കേടോ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ പറയുന്ന പോലെ ആഫ്റ്റർ ഫീഡിന് ശേഷം പ്രോപ്പർ ആയിട്ട് ബർപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മതിയാവും. ഇനി 6 മാസത്തിന് ശേഷം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എല്ലാത്തരം ഫുഡും കൊടുത്തു തുടങ്ങാവുന്നതാണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ടിപ്പ് എന്താ നോക്കാം. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് നമ്മുടെ മുത്താറി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 6 മാസം ആയി കഴിഞ്ഞാൽ മുത്താറി കുറുക്കാക്കി കൊടുത്തു തുടങ്ങാം. ഈ കുറുക്കാക്കുന്ന സമയത്ത് പലർക്കും ഉള്ള കൺഫ്യൂഷനാണ് എത്തരത്തിലാക്കണം എന്നുള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചേർക്കാതെ തന്നെ അത് കുറുക്കാക്കി കൊടുക്കാം. അതിൽ മധുരം വേണമെന്നുമില്ല. കുഞ്ഞിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കുറച്ച് പനക്കൽക്കണ്ടം ആഡ് ചെയ്യാം. ഓക്കെ, പനക്കൽക്കണ്ടം ഒരു ബ്രൗൺ കളർ ആയിരിക്കും. അത് നിങ്ങൾക്ക് ആയുർവേദ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പഞ്ചസാര ദയവ് ചെയ്ത് കൊടുക്കാതിരിക്കുക, അത് ഒഴിവാക്കാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പാല് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പശുവും പാല് ഒഴിവാക്കിയിട്ട് തേങ്ങാപ്പാല് യൂസ് ചെയ്തിട്ട് നിങ്ങൾ കുഞ്ഞിന് എന്ത് ചെയ്യാം, മുത്താറിയുടെ കുറുക്കുണ്ടാക്കി ആദ്യം കൊടുത്തു നോക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, 6 മാസത്തിന് ശേഷം കുഞ്ഞിന് ഫസ്റ്റ് ഫീഡ്, അതായത് മറ്റുള്ള ഫീഡ് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം കൊടുക്കുക. കൊടുത്തതിന് ശേഷം നിങ്ങൾ ഒബ്സർവ് ചെയ്യാം. അതായത് കുഞ്ഞിന് അലർജിയോ ഛർദിയോ മറ്റു ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ, അല്ല കുഞ്ഞിന് അത് സ്യൂട്ടബിൾ ആണോ എന്നുള്ളത് ജസ്റ്റ് ഒബ്സർവ് ചെയ്ത് ചെക്ക് ചെയ്തതിന് മാത്രം എന്ത് ചെയ്യാം, അതിന്റെ അളവ് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 6 മാസത്തിന് ശേഷം ദയവ് ചെയ്ത് പശുവും പാല് കൊടുക്കാതിരിക്കുക. മിക്ക കുട്ടികളും അലർജിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പോരാത്തതിന് ഇന്ന് നമുക്ക് നാട്ടിൽ കിട്ടുന്ന പശുവിന്റെ പാലെന്ന് പറയുന്നത് ഈ മറ്റ് ഫീഡൊക്കെ, അതായത് പശുവിന് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് കിട്ടുന്ന പാലാണ്. പണ്ടത്തെ പോലെ പുല്ല് മാത്രം കഴിച്ചിട്ടുള്ള പശുവിന്റെ പാലല്ല. അത് മാത്രമല്ല, മിക്ക കുട്ടികൾക്കും അത് അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഏറ്റവും നല്ലത് തേങ്ങാപ്പാലാണ്. അത് കുട്ടിക്ക് വെയിറ്റ് കൂട്ടാനും നല്ലതാണ്. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും അധികം ഉണ്ടാവാതെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. സോ ഇത് പാലില്ലാതെ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ യൂസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാം. ആദ്യം നിങ്ങൾ മുത്താറി കൊടുത്തു തുടങ്ങുക. കൊടുത്തിട്ട് ഓക്കെ ആണെങ്കിൽ അതിന്റെ അളവ് കൂട്ടാം. അതിനുശേഷം നിങ്ങൾക്ക് ഈ മുത്താറിക്കകത്ത് എന്ത് ചെയ്യാം, നട്ട്സ് ഒക്കെ ആഡ് ചെയ്യാം. അതായത് ഓരോ നട്ട്സ് ആയിട്ട്, അതായത് അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്തിട്ട് കാഷ്യൂനട്ട് ആഡ് ചെയ്തിട്ട് കൊടുത്തു നോക്കുക. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ബദാം കുതിർത്തിട്ട് ആ ഒരു നിങ്ങൾ മുത്താറി കുറുക്കാക്കാൻ വേണ്ടി അരക്കില്ലേ, അതിനകത്തേക്ക് അരച്ചിട്ട് അങ്ങനെ കൊടുക്കാം. ഈന്തപ്പഴം കൊടുത്തു തുടങ്ങാം. അങ്ങനെ പതുക്കെ പതുക്കെ നട്ട്സും കാര്യങ്ങളും ഈ ഒരു കുറുക്കിൽ തന്നെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് കൊടുത്തു തുടങ്ങാം. ഇനി രണ്ടാമത്തെ ഫുഡ് എന്ന് പറയുന്നത്, നമുക്ക് നല്ല പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അത് നന്നായി ചുട്ടെടുത്തിട്ട് നെയ്യും കൽക്കണ്ടവും ചേർത്തിട്ട് ഉടച്ചിട്ട് കുഞ്ഞിന് കൊടുക്കാം. അല്ലെങ്കിൽ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ഒരു കുറുക്കു രൂപത്തിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഇതും വെയിറ്റ് കൂട്ടാൻ വളരെ നല്ല ഫുഡാണ്. പിന്നെ ഇത് രണ്ടും ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ത് കൊടുക്കാം, അതായത് തേങ്ങാപ്പാലിൽ നമ്മുടെ അവിൽ കുതിർത്ത് വെച്ചതിന് ശേഷം അത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒരു കുറുക്ക് രൂപത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു കുറുക്ക് കൊടുക്കാം. തേങ്ങാപ്പാലും അവിലും ഈ പറയുന്ന പോലെ വെയിറ്റ് കൂട്ടാൻ നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഫുഡ് ഐറ്റം ആണ്. ഓക്കെ, ഇനി നല്ല കുത്തരിയുടെ കഞ്ഞി. ആ കുത്തരിയുടെ കഞ്ഞിക്കകത്ത് പശുവിൻ നെയ്യ് ആഡ് ചെയ്യുക. നല്ല കുത്തരിയുടെ കഞ്ഞിക്കകത്ത് നിങ്ങൾക്ക് നല്ല പരിപ്പ് വേവിച്ച് ഉടച്ചിട്ട്
ഇത് കഞ്ഞിവെള്ളവും പരിപ്പും കുത്തരിയും നെയ്യും കൂടെ ചേർത്ത് നന്നായി അരച്ചിട്ട് കുറുക്ക് രൂപത്തിലാക്കിയിട്ട് കുഞ്ഞിന് കൊടുക്കാം. ഈ പറയുന്ന പരിപ്പിനകത്ത് നല്ല പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്. പശുവിൻ നെയ്യ് ദഹനത്തിന് കാര്യത്തിനൊക്കെ അത്രയും നല്ലതാണ്. പിന്നെ ഞാൻ കഞ്ഞിയുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഇതും വെയിറ്റ് കൂടാൻ അത്രയും നല്ലൊരു ഫുഡാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഡെയിലി കുഞ്ഞിന്റെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനി ഇത് കൂടാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് സൂപ്പാണ്. അതായത് പല വിധത്തിലുള്ള ഹെൽത്തി സൂപ്പുകൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന പച്ചക്കറി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതായത് അത്യാവശ്യം നിങ്ങൾക്ക് പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഒട്ടുമിക്ക വീടുകളിലും അടുക്കള ഭാഗത്ത് കുറച്ച് കുട്ടി കൃഷികളൊക്കെ നടക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം പച്ചക്കറികൾ ചേർത്തുകൊണ്ട് കുഞ്ഞിന് നല്ല സൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ ഏത് ഭക്ഷണം കൊടുക്കുന്ന ടൈമിലും അതിൽ പശുവിൻ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞിന് പെട്ടെന്ന് തന്നെ വെയിറ്റും അതുപോലെ തന്നെ നല്ല ഇമ്മ്യൂണിറ്റിയും ഒക്കെ ഗെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾ പതുക്കെ എന്ത് ചെയ്യാം, മുട്ട കൊടുത്തു തുടങ്ങുക. അത് മുട്ട കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, മുട്ടയുടെ വെള്ളയാണ് ആദ്യം കൊടുക്കേണ്ടത്. കാരണം മുട്ടയുടെ മഞ്ഞക്കറി കഴിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഈ പറയുന്ന പോലെ അതൊരു സ്റ്റിക്കി പോലെയാണ്, അപ്പം ഡിഫിക്കൽട്ടി ഉണ്ടാകും. അതുകൊണ്ട് മുട്ടയുടെ വെള്ള കൊടുക്കുക. അതിനുശേഷം കുഞ്ഞൊരു പ്രോപ്പറായിട്ട് കഴിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കൂടെ മഞ്ഞയും കൂടെ ആഡ് ചെയ്ത് വളരെ കുറച്ചായിട്ട് നിങ്ങൾക്ക് കൊടുത്തു തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ഫുഡൊക്കെ നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താം. ഇനി ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മധുരക്കിഴങ്ങാണ്. നമുക്ക് നാടൻ മധുരക്കിഴങ്ങ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നാട്ടിൻ പുറത്താണെങ്കിൽ അത് ഇഷ്ടം പോലെ കിട്ടും. മധുരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടറ്റോ. അപ്പൊ ഈ ഒരു സ്വീറ്റ് പൊട്ടറ്റോ കിട്ടുകയാണെങ്കിൽ, നാടൻ സ്വീറ്റ് പൊട്ടറ്റോ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത് കുഞ്ഞുങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. അത് നല്ലപോലെ വെയിറ്റ് കൂട്ടുന്ന ഒരു ഫുഡ് ഐറ്റമാണ്. അപ്പോൾ ഇത്രയും ഫുഡൊക്കെയാണ് ഞാൻ എൻ്റെ മക്കളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു ഫുഡൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷിച്ചു നോക്കുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നല്ല വെയിറ്റ് ഗെയിൻ അവിടെ കാണാൻ പറ്റും. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ കുട്ടികളുടെ ഹൈജീൻ മസ്റ്റ് ആയിട്ട് കെയർ ചെയ്യേണ്ട കാര്യമാണ്. കാരണം നമ്മൾ എത്ര ശ്രദ്ധിച്ച് ഫുഡ് കൊടുത്ത് വെയിറ്റ് ഗെയിൻ സംഭവിച്ചാലും ഒരു പനി വന്നാൽ മതി, വീണ്ടും അവിടെ വെയിറ്റ് ലോസ് സംഭവിക്കും. അപ്പൊ മാക്സിമം പ്രീ ടേം ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് ഇൻഫെക്ഷൻ വരാതെ മറ്റ് അസുഖങ്ങളൊന്നും വരാതെ നമ്മൾ കെയർ ചെയ്ത് പോകേണ്ടതാണ്. അതുകൊണ്ട് മസ്റ്റായിട്ടും അവരുടെ ഒരു ഹൈജീൻ കെയർ നിങ്ങൾ വളരെ അധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. അപ്പൊ ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വയസ്സാകുമ്പോഴത്തേനും അവരൊരു പ്രോപ്പർ ഹെൽത്തി വെയിറ്റിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്നുള്ളത് ഞാനിവിടെ ഗ്യാരണ്ടി തരുകയാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാ അമ്മമാർക്കും യൂസ്ഫുൾ ആവുന്നുള്ളത് എനിക്ക് അത്രയ്ക്ക് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും